ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എന്ന നിലയിൽ ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ അതുപോലെ ഭക്ഷ്യനിർമ്മാണ യൂണിറ്റുകളൊക്കെ പരിശോധന നടത്തുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അപാകതയാണ് അത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പല തൊഴിലാളികൾക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാറില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ 1-2 മാസം കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ഓരോ 2 മാസം കൂടുമ്പോഴും പുതിയ പുതിയ തൊഴിലാളികൾ ജോലിക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് വരുന്നവർ ആരും മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായിട്ടല്ല വരുന്നത്. വരുന്ന തൊഴിലാളികൾക്കൊക്കെ സ്ഥാപന ഉടമ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. പലപ്പോഴും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്കെല്ലാം ഒരുമിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ഒരു രീതി പലപ്പോഴും തൊഴിലാളികളുടെ ഭാഗത്തിരുന്നില്ല. തൊഴിലാളികൾക്ക് തൊഴിലുടമ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തൊഴിലാളികൾ 2 മാസം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് വീണ്ടും ഈ തൊഴിലുടമ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊഴിലാളികൾ പിരിഞ്ഞു പോവുകയും പുതിയ പുതിയ തൊഴിലാളികൾ കടന്നു വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പുതിയ ആളുകൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വിഭാഗം തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മറ്റും പകരുന്ന സാംക്രമിക രോഗമുള്ള ആളുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത്. അപ്പം പലപ്പോഴും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും എടുത്ത് അവർ മെഡിക്കലി ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തി അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന സാംക്രമിക രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവരെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് നിർത്താവൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ മാത്രം അല്ലെങ്കിൽ മെഡിക്കലി ഫിറ്റായ ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിലവിൽ ഉള്ള ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതായത് നിലവിൽ തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. ആ രീതിയിൽ നിന്ന് മാറിയിട്ട് തൊഴിലിന് വേണ്ടി വരുന്ന ഓരോ തൊഴിലാളികളും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടി മാത്രം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകും. അതായത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തൊഴിലാളികളെ നിശ്ചയിക്കുമ്പോൾ അവിടെ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തൊഴിലാളികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. അതായത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെ മാത്രം ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് നിർത്തുകയുള്ളൂ എന്ന് തൊഴിലുടമകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ ആ ഒരു രീതിയിലേക്ക് മാറുകയും ഇത്തരത്തിൽ ഫുഡ് ബിസിനസ് കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ നിർബന്ധിതരാകുകയും ചെയ്യും. അതായത് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ തൊഴിൽ നിർത്തൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്.